രാഹുൽ വയനാട് ഉപേക്ഷിക്കുമെന്ന് സൂചന നൽകി ഉത്തർപ്രദേശ് മുൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം ദീപക് സിൻഹ. രാഹുൽ അമേഠിയിൽ നിന്നും മത്സരിക്കുമെന്നും ജയിച്ചാൽ അവിടെ തുടരുമെന്നും ദീപക് പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് വയനാട് ഉപേക്ഷിക്കുമെന്ന സംശയം ശക്തിപ്പെടുന്നത്. നേരത്തെ റോബർട്ട് വദ്ര അവിടെ മത്സരിക്കുമെന്ന ഫ്ലക്സ് ബോർഡുകൾ നിരന്നിരുന്നു. രാഹുൽ വീണ്ടും അമേഠിയിലെ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്കെന്ന മുൻ ഉത്തർപ്രദേശ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം ദീപക് സിംഗ്. വിജയിച്ചാൽ രാഹുൽ അവിടെ MP ആയി തുടരും എന്നാണ് ദീപക് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ രാഹുൽ വയനാടിനെ ഉപേക്ഷിക്കുമെന്നാണ് സൂചന. നേരത്തെ അമേഠിയിൽ റോബർട്ട് വാദ്ര മത്സരിക്കുമെന്ന ഫ്ലക്സ് ബോർഡുകൾ നിരന്നിരുന്നു. രാഹുലിന്റെ വരവോടെ വീണ്ടും സ്മൃതി ഇറാനി രാഹുൽ മത്സരത്തിന് വേദിയാവുകയാണ് അമേഠി. लेकिन राहुल गांधी जी हम सबको यकीन है आएंगे, किसी शुभ मुहूर्त पर आएंगे, समय पर आएंगे और अमेठी में इस बार वो चुनाव जीतकर यहाँ से MP बनकर भारत के प्रधानमंत्री बनकर ये रिकॉर्ड बनाएंगे कि अमेठी में सबसे ज्यादा वोट से राहुल गांधी जी 2024 का चुनाव जीतेंगे. पूरी कांग्रेस, पूरी अमेठी का जन राहुल गांधी जी का इंतजार कर रहा है और सबको भरोसा है कि राहुल गांधी जी एक शुभ घड़ी में, एक तय घड़ी में अमेठी आएंगे और अपना नामांकन करेंगे. കാലങ്ങളായി നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ പ്രതിനിധീകരിച്ചിരുന്ന അമേഠി 2019 സ്മൃതി ഇറാനിയിലൂടെ BJP പിടിച്ചത്. നേരത്തെ നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പേർ രാഹുൽ വയനാടിനെയും ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് സത്യമാണെന്ന തരത്തിലാണ് ദീപകിന്റെ വാദം. വാർത്താ ഏജൻസിയായ ANIയോട് പ്രതികരിക്കുകയായിരുന്നു ദീപക് സിംഗ്. നാഷണൽ ഡെസ്ക്, ജനം.